സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാർ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് പൊളിച്ചു. സമരം ചെയ്ത് 21 വൈദികരിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തു. ADM കെ മീര സംഘർഷ സ്ഥലത്ത് എത്തി വൈദികരെ ബിഷപ്പ് ഹൗസിൽ നിന്നും വലിച്ചു നീക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടുതലായി മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? ഇപ്പോൾ പുതുതായി കുറച്ചുകൂടി ദൃശ്യങ്ങൾ വരുമ്പോൾ പോലീസ് അതിരുവിട്ട രീതിയിൽ നേരത്തെ വൈദികരൊക്കെ ആരോപിച്ചതുപോലെ അവരുടെ ഭാഗത്തു നിന്നും പെരുമാറ്റമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ഏതായാലും ADM കെ മീരയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ACP അതുപോലെ തന്നെ DCP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് എത്തിയാണ് ഈ വൈദികരുമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് വരെ ഈ പ്രതിഷേധക്കാർ അല്പം ഒന്ന് അയഞ്ഞ സാഹചര്യമായിരുന്നു. എന്നാൽ ഒരു അരമണിക്കൂർ സമയമായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ഇത് സമാധാനപരമായുള്ള ചർച്ചയ്ക്കും മറ്റുമായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയോട് കൂടിയാണ് ഈ ADM ഇവിടെ സ്ഥലത്തെത്തുന്നതും ചർച്ച ആരംഭിക്കുന്നതും. എന്നാൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വീണ്ടും ആളുകൾ പ്രതിഷേധവുമായി ആ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ഗോ ബാക്ക് മുറവിളികളുമായി അവർ ഇവിടെ ഗേറ്റിന് മുന്നിൽ വീണ്ടും സമരവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അകത്താണ് ഈ പള്ളി, ഈ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിൽ ഉള്ള ആ മുറ്റത്തിരുന്നാണ് ഇപ്പോൾ ADMന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയും നടക്കുന്നത്. ഇതിനൊപ്പമാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ. ഇന്ന് രാവിലെയാണ് 21ഓളം വരുന്ന വൈദികരെ പോലീസ് എത്തി വലിച്ചിഴിക്കുന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലോട്ട് സ്ഥിതിഗതികൾ മാറുന്നത്. ഇതിന്റെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള കൂടുതൽ വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കിപ്പോൾ അല്പം മുൻപ് കിട്ടിയ ആ വീഡിയോയിലാണെങ്കിലും ഒരു വൈദികനെ വലിച്ചിഴച്ച് അദ്ദേഹത്തിന്റെ തിരുവസ്ത്രം വലിച്ച് ഊരുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാണ്. ഈ പോലീസ് മുൻപ് പറഞ്ഞിരുന്നത് ഇവരെ മാറ്റാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് പരാതി ലഭിച്ചിരുന്നു. ഇവർ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ ഇവർക്ക് മറ്റുള്ള സംഘർഷ സാധ്യത ഉണ്ടാവാൻ സാധ്യത കണക്കിലെടുത്ത് ഇവരെ മാറ്റണമെന്നുള്ളൊരു പരാതി ലഭിച്ചിരുന്നു എന്നതാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ അതല്ല, അങ്ങനെ മാറ്റുമ്പോൾ ഇവർ ഈ പ്രതിഷേധിച്ച് ഇരുന്ന അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരുന്ന വൈദികർ പറയുന്നത് പോലെ അവരെ വലിച്ചിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തിരുവസ്ത്രങ്ങൾ വലിച്ച് ഊരുന്ന തരത്തിലുള്ള പോലീസിന്റെ ഒരു നടപടിയിലോട്ട്